എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി സംരക്ഷണം, മഴക്കാല മുടി സംരക്ഷണമാണ്. അപ്പോൾ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മുടികൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഒരു ടൈം. അപ്പോൾ അതിനെക്കുറിച്ച് മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിന്റെ റെമഡീസും പിന്നെ നമുക്ക് മഴക്കാലത്ത് ഇതിനെല്ലാം വേരോടെ കളയാൻ പറ്റിയ ഒരു ഹെയർ പാക്കും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന ഒരു ടൈമാണ്, മുടിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന ഒരു ടൈമാണ് മഴക്കാലം. അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരുന്ന ടൈമുമാണ് മഴക്കാലം. ഈ രണ്ടും ഒരുമിച്ചാകുമ്പോഴത്തേക്കും നമ്മൾ മുടി നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ് മൺസൂൺ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിലാണ് നമ്മുടെ മുടി ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും. അതുപോലെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ, മുടിക്കായ, പേൻ, ഈര് അതുപോലുള്ള എല്ലാ സാധനങ്ങളും മുടിയിൽ വന്നു പിടിക്കാനുള്ള ഒരു ടൈമാണ് നമ്മുടെ ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ഉണക്കിയിട്ട് എല്ലാവരും, ഇപ്പോൾ നമ്മുടെ ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ താരം വരലാണ്. പിന്നെ ഈ അഴുക്ക് നിന്നിട്ട് നമ്മൾ ഹെൽമെറ്റ് വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ ഈ നനവോടുകൂടി മഴയുടെ ഇതും ഹെൽമെറ്റിൽ അഴുക്കൊക്കെ കൂടി കൊണ്ടുവന്നിട്ട് മുടിയിൽ പൊറ്റ് പോലത്തെ ഒരു സംഭവം അറിയാൻ പറ്റും. ഇങ്ങനെ അഴുക്ക് പൊറ്റ് പോലെ നിൽക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ ഏറ്റവും മാക്സിമം മുടി എപ്പോഴും നിങ്ങൾ കെയർ ചെയ്യുക, നല്ലപോലെ വാഷ് ചെയ്യുക. പിന്നെ ഹെൽമെറ്റ് എപ്പോഴും വെയിലത്ത് വെച്ച് ഉണക്കാൻ ശ്രമിക്കുക. കിട്ടുന്നത് ഇപ്പൊ മഴയൊക്കെയാണ്, എന്നാലും ഇടക്ക് വെയിൽ വരുമ്പോൾ മാക്സിമം വെയിലത്ത് വെച്ച് ഉണക്കാൻ ശ്രമിക്കുക. മഴ കൊള്ളാണ്ട് ഹെൽമെറ്റ് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ പിള്ളേരുടെ കാര്യത്തിലാണെങ്കിൽ സ്കൂളൊക്കെ തുറന്ന ടൈമാണ്. അമ്മമാർക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അല്ലെ, രാവിലെ എണീക്കണം, കുളിക്കണം. അപ്പൊ ഈ നനവോടുകൂടി തന്നെ മുടി കെട്ടി വെച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മുടിയിൽ എന്താ പറയാ മുടിക്കായ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മുടിക്കായ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു കായ പോലെ, പിന്നെ അത് ഈരാവും, പിന്നെ അത് പേനാവും അല്ലെ. ഭയങ്കര ഒരു പ്രശ്നമുള്ള ടൈമാണ് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും. ഇപ്പൊ നമ്മുടെ തലയിൽ ഇല്ലെങ്കിലും സ്കൂളിലെ പിള്ളേരെല്ലാം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ്. അവരുടെ തലയിൽ നിന്ന് നമ്മുടെ പിള്ളേരുടെ തലയിലോട്ട് വരാനായിട്ടുള്ള ഒരു ടൈമാണ്. അപ്പൊ അതിനൊക്കെ പറ്റി അതൊക്കെ ചെയ്യാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി കഴുകി ഉണക്കിയിട്ട് വേണം മുടി കെട്ടാനായിട്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ രാവിലെ പിള്ളേർ വരുന്ന ടൈമിലൊക്കെ മുടി ഉണക്കാനൊക്കെ മാക്സിമം ഉണക്കാൻ ശ്രമിക്കുക. നല്ലപോലെ നമ്മുടെ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാൻ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യണില്ല. കാരണം എന്ന് വെച്ചാൽ ഡെയിലി ചൂട് കൊടുത്തു കഴിഞ്ഞാൽ മുടി ഭയങ്കര സ്പ്ലിറ്റ്നെസ് ഒക്കെ കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇത് തോർത്തൊക്കെ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞ് നന്നായിട്ട് ഉണക്കി ഫാനിന്റെ അടിയിലൊക്കെ വെച്ച് ഉണക്കാൻ ശ്രമിക്കുക. അതൊക്കെ ചെയ്തിട്ട് വേണം കുട്ടികളായാലും സ്ത്രീകൾ മുതിർന്നവരായാലും ഓഫീസിലൊക്കെ കൊണ്ടിട്ട് പിള്ളേരെ റെഡിയാക്കിയിട്ട് വേണം നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഓഫീസ് വേണം. അപ്പൊ മഴ നനയും. അപ്പൊ ഈ മഴയും നമ്മുടെ ഇതെല്ലാം കൂടിയും കൊണ്ട് മുടിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മുടി നന്നായിട്ട് ഉണക്കുക. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി കെട്ടിവെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര നമ്മളിപ്പോ ഈ മുടി നനയാണ്ട് കെട്ടിച്ച് ഡെയിലി കെട്ടാണ്ട് ഇത് പിന്നെ നമുക്ക് അതിനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. വർക്ക് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് പിന്നെ അതിനൊരു ടൈമിട്ട് ആ മുടി തന്നെ വെച്ച് കെട്ടി നമ്മുടെ മുടിയിലൊരു എന്താ പറയാ ബാഡ് സ്മെല്ലൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മുടി നന്നായിട്ട് കെയർ ചെയ്യാൻ ശ്രമിക്കുക. നല്ലപോലെ വാഷ് ഔട്ട് ചെയ്ത് നല്ലപോലെ ഒരാഴ്ചയിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ച് കുളിക്കാനൊക്കെ ശ്രമിക്കുക. ഇപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് മഴക്കാലത്ത് എണ്ണ വെച്ചാൽ കുഴപ്പമൊന്നും. എണ്ണ വെക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പറയാ എണ്ണ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഷാമ്പു അല്ലെങ്കിൽ പയറുപൊടിയൊക്കെ വെച്ച് നന്നായിട്ട് എണ്ണമയം കളയുക, അല്ലെങ്കിൽ താരം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന താളി അതുപോലുള്ള ഹെയർ പാക്ക് അല്ലെങ്കിൽ ഉള്ളി ചതച്ചത് തേക്കുക. അപ്പൊ നമ്മുടെ മുടിയിലുണ്ടാകുന്ന മണവും ഇതൊക്കെ പോകും. താളി നമ്മുടെ ചെമ്പരത്തി ഇതൊക്കെ ഉള്ള താളി അത് ചേർക്കുക. ഉരുവ വെള്ളം വെച്ച് തല കഴുകുക. അതൊക്കെ നമ്മുടെ മുടിയിലെ ഡാമേജസ് കുറയ്ക്കാനായിട്ട് എന്താ പറയാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ പാക്ക് ആണ്. ഈ ഒരു പാക്ക് കൊണ്ട് എന്താ പറയാ നമ്മുടെ ഹെയറിൽ ഉണ്ടാവുന്ന ഡാമേജ് ആയ താരൻ പൊറ്റ് പോലെ വന്നത്, പിന്നെന്താ പറയാ നമ്മുടെ മുടിയിലുണ്ടാവുന്ന മുടിക്കായ, പേൻ, നമ്മുടെ സ്മെല്ല്, മുടിയിലുണ്ടാവുന്ന സ്മെല്ല്, ഇതിനെല്ലാം ഒരു പരിഹാരമാണ്. ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കും കൂടി ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി പൂവുണ്ട്, ചെമ്പരത്തി ഇലയുണ്ട് കേട്ടോ. രണ്ടും നമ്മൾ നോർമലി യൂസ് ചെയ്യണത് എപ്പോഴും ഇത് വേണം. നമ്മുടെ ചുറ്റും കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതാണ്. ചെമ്പരത്തിനെ കുറിച്ച് നമ്മുടെ മുടിക്ക് നല്ല സ്ട്രെങ്ത്തും നല്ല സിൽക്കി പോലത്തുള്ള ഒരു ഇതും അല്ലെ, ഒരു കണ്ടീഷൻ ലുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്
ചെമ്പരത്തി ഇലയും ചെമ്പരത്തി, ഇത് നമ്മൾ നോർമലി പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്ന ഒരു ഇതാണ് ചെമ്പരത്തി താളി ഇട്ട് നമ്മൾ കുളിക്കുക എന്നുള്ളത്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീമാണ്. നീമിന്റെ ഇല, ആര്യവേപ്പിന്റെ ഇല. ആര്യവേപ്പിന്റെ ഇല നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരനെയും എല്ലാ ഫംഗൽ ഇൻഫെക്ഷനെയും മാക്സിമം ചെറുത്ത് നിർത്താനുള്ള ഒരു ഇതാണ് ആര്യവേപ്പിന്റെ ഇല. ആര്യവേപ്പിന്റെ ഇല പച്ചക്ക് അരച്ച് തേക്കാം, അല്ലെങ്കിൽ ആര്യവേപ്പിന്റെ ഇല എടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം വെച്ച് തല കഴുകിയാലും നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന എല്ലാ ഡാമേജ് പ്രശ്നങ്ങളും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ റിമൂവ് ആവുന്ന ഒരു ഇതാണ്. നമ്മുടെ ഫേസിലൊക്കെ ഇടാനുള്ള ഒരു സാധനമാണ് ആര്യവേപ്പ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തുളസി. തുളസി നമുക്ക് മുടിയിൽ നല്ല സ്ട്രെങ്ത് തരുന്ന ഒരു ഇതാണ്. നമ്മൾ കാച്ചുമ്പോഴൊക്കെ മുടിയൊക്കെ എണ്ണ കാച്ചുമ്പോഴൊക്കെ മുടിയിൽ എണ്ണ കാച്ചാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന തുളസിയാണ്. ചുമന്ന തുളസിയാണ്. തുളസി പല ടൈപ്പ് ഉണ്ട്. ഇത് ചുമന്ന തുളസിയാണ്, കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ട് ഇരിക്കുന്ന ചുമന്ന തുളസിയാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന സ്മെല്ലൊക്കെ ഇല്ലേ, ഇപ്പോൾ വെള്ളത്തോടെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ 2-3 ദിവസം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ വെള്ളത്തോടെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽമെറ്റും കൂടി വെക്കുന്നവർക്ക് മെയിൻ ആയിട്ട് അവർക്ക്, ഈ ആണുങ്ങൾക്ക് ഒക്കെ ഉണ്ടാവും, ഹെൽമെറ്റും കൂടി വെച്ച് കഴിയുമ്പോൾ നനഞ്ഞ ഹെൽമെറ്റും കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും മുടിയിൽ ഒരു തരം സ്മെല്ല് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ചെറുത്ത് നിർത്താനായിട്ടുള്ള ഒരു ഇതാണ് തുളസി. അടുത്തത് നമുക്ക് വേണ്ടത് കറ്റാർവാഴയുടെ ജെല്ലാണ്. കറ്റാർവാഴയുടെ ജെല്ല്, കറ്റാർവാഴ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കറ്റാർവാഴ എടുത്തിട്ട് അതിന്റെ ജെല്ല് മാത്രം എടുത്ത് വെച്ചത്. അത് നമ്മുടെ മുടിക്ക് നല്ല സ്ട്രെങ്ത്തും നല്ല സിൽക്കിനെസ്സും ഒക്കെ തരുന്ന ഒരു ഇതാണ് കറ്റാർവാഴ. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനും ഒരു കെരാറ്റിനൈസിങ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ കറ്റാർവാഴ. അടുത്തത് നമുക്ക് വേണ്ടത് നമ്മൾ വീട്ടിൽ മേടിക്കുന്ന ഉള്ളി. ഉള്ളി നമ്മുടെ മുടിക്ക് നല്ല സ്മെല്ലും നല്ലത്, നമുക്ക് കാച്ചുമ്പോൾ തന്നെ എണ്ണ കാച്ചുമ്പോൾ തന്നെ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ സാധനമാണ് ഉള്ളി. ഉള്ളി നല്ല സ്ട്രെങ്ത് ആവാനും മുടിക്ക് നല്ല ആരോഗ്യം കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ഉള്ളി. അടുത്തത് ഉലുവ. ഉലുവ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു 5-6 മണിക്കൂർ 7-8 മണിക്കൂർ കുതിർത്ത് വെച്ച ഉലുവ ഒരു പിടി. ഉലുവ നമുക്കറിയാലോ, ഈ വെള്ളം കളയുമ്പോൾ നമ്മൾ ഉലുവ വെള്ളം വെച്ച് മുടിയൊക്കെ കഴുകാറുണ്ട്. ഉലുവ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല സ്ട്രെങ്ത്തും നല്ല ആരോഗ്യവും എല്ലാം കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പാക്ക് എടുത്ത് നമ്മുടെ തലയിൽ വെച്ച് എന്തായിരിക്കും, നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. എൻ്റെ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ എൻ്റെ തലയിൽ താരനൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ ഹെൽമെറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്തോരം പോയി കിട്ടിയെന്നറിയോ, നല്ല കട്ടായിട്ടുണ്ടായിരുന്ന ഒരു താരനൊക്കെ പോയി കിട്ടിയത് ഈ ഒരു പാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മുടെ തലയിൽ തേക്കാം. തേച്ചിട്ട് ഒരു 1/2 മണിക്കൂർ 20 മിനിറ്റ് to 30 മിനിറ്റ്സ് നമ്മുടെ തലയിൽ ഇത് വെച്ചിട്ട് പയറുപൊടിയോ എന്തെങ്കിലും, ഷാമ്പു യൂസ് ചെയ്യരുത്, പയറുപൊടിയോ എന്തെങ്കിലും വെച്ചിട്ട് മുടി നന്നായിട്ട് കഴുകാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച എല്ലാ സാധനങ്ങളും ഒരു മിക്സിയുടെ ജാറിൽ ഒരുമിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുക. നല്ലൊരു കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുക്കുക. അതായത് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവും ഇലയും ആര്യവേപ്പിന്റെ ഇല, തുളസിയുടെ ഇല, കറ്റാർവാഴയുടെ ജെല്ല്, ഒരു 10-12 കൊച്ചുള്ളി, പിന്നെ ഉലുവ ഒരു 2 പിടി, ഒരു പിടി ഉലുവ കുതിർത്തത്, ഒരു 8 മണിക്കൂർ കുതിർത്തത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടും. കണ്ടോ, വേറെ വെള്ളം ആഡ് ചെയ്യേണ്ടത്, കാരണം കറ്റാർവാഴയുടെ ആ ജെല്ലും ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഇത്തിരി ആ ഒരു 2 നുള്ളി ഇതാക്കിയിട്ട് ഇത് അധികം വെള്ളമാക്കരുത്. അത് നമ്മുടെ ഒരു പാക്കല്ലേ, ഹെയർ പാക്കാണ്. അപ്പൊ ഇത് ഇങ്ങനെ ആക്കി കിട്ടും. കണ്ടോ, ഇത് നമുക്ക് എന്നിട്ട് ഡയറക്റ്റ് മുടിയിലേക്ക് പുരട്ടാം. അപ്പൊ ഈ പേസ്റ്റ് നമുക്ക് ഡയറക്റ്റ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇനി താരനോ അല്ലെങ്കിൽ മറ്റേ അഴുക്ക് ഇങ്ങനെ പൊറ്റുപോലെ നിൽക്കുന്നവരോ ഉണ്ടെങ്കിൽ നമ്മുടെ താരം കളയുന്ന ചീപ്പ് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചീപ്പ്, സ്റ്റീലിന്റെ ഒരു ചീപ്പോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ മുടി ഒന്ന് കണ്ടതേ ഇങ്ങനെ ചിക്കി കൊടുക്കുക. ചിക്കി കൊടുക്കുമ്പോൾ ഇതെല്ലാം ഇളകും. ഇളകിയിട്ട് ഇത് തന്നെ വെച്ച് ഈരണം കേട്ടോ. അത് ചിക്കി കളഞ്ഞാൽ മാത്രം പോരാ, അതൊന്ന് ഈരണം. ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയാണെങ്കിൽ നന്നായിട്ട് ഉണക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ചിക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ തലയിൽ താരനില്ല, എൻ്റെ ഓൾറെഡി പോയി. അപ്പം ഇങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കണ്ട, ഇങ്ങനെ താരനൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ ചിക്കി മൊത്തം ചിക്കി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഈരണം. ഈരി കളയുമ്പോഴത്തേക്കും അത് പോവുള്ളൂ. എന്നിട്ട് വേണം ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളും ഞാൻ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ ഫുൾ ഒന്ന്
ഇങ്ങനെ ഇതാക്കി പാക്ക് പോലെ ഇട്ടൊന്ന് വെക്കുക. അരമണിക്കൂറാണ് നമ്മൾ ഇടേണ്ടത്. കണ്ടോ, ഇത് ഇട്ടുമ്പോൾ തന്നെ ഈ ബാക്കിലൊക്കെ ഇല്ലേ, ബാക്കിലൊക്കെ ഇങ്ങനെ ഇട്ടുമ്പോൾ തന്നെ നമ്മൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ അഴുക്കോ എന്തെങ്കിലും ഇവിടെ താരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഭയങ്കര ചൊറിച്ചില്. ഇതിട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു കൂളാണ് കേട്ടോ. തലയിൽ ഇങ്ങനെ തണുപ്പ് പോലത്തെ ഒരു സാധനം വെച്ച പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇടാം കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇടാം. നല്ല സ്മെല്ലാണ് ഈ കൊച്ചുള്ളിയും തുളസിയും ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലിങ്ങനെ നല്ല സുഖം. അപ്പോൾ അരമണിക്കൂർ ഇതിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യുക. ഷാമ്പു ഒന്നും യൂസ് ചെയ്യരുത്. പയറുപൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നോർമലായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് ഉണക്കുക. ഡ്രയർ ഒന്നും യൂസ് ചെയ്യാണ്ട് നോർമലായിട്ട് അങ്ങോട്ട് ഉണക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് കേട്ടോ. നല്ല റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ, താരനൊക്കെ പെട്ടെന്ന് പോകും. കണ്ടത് ഇപ്പം എനിക്കിവിടെ ഈ സൈഡ് ഭയങ്കരമായിട്ട് ഈ സൈഡ്, കാരണം ഈ സൈഡേ നമ്മളധികം ഇവിടെയൊക്കെ നന്നായിട്ട് ഉണക്കിയിട്ട് ഇവിടെയല്ല നമ്മൾ എപ്പോഴും ഇതാക്കണം. ഇവിടെയൊന്നും അധികം ഇതാകാത്ത കാരണം ഇവിടെ ഈ എൻഡും നല്ല രീതിയിൽ ഇങ്ങനെ ചൊറിഞ്ഞ് ഇതാണ്. ഇപ്പം നല്ല തണുപ്പുണ്ട്, ഉള്ളിയും ഇതൊക്കെ ഇട്ടാകുമ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല രസം. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് കൊടുത്തതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാം. അപ്പൊ ഇത് എല്ലാവർക്കും ഇട്ട് കൊടുക്കുക, വീട്ടിലെ എല്ലാവർക്കും ഏത് സമയത്തും. അപ്പൊ കുറെ എടുത്തത്, കാരണം എന്താ വെച്ചാൽ അധികം ചെലവില്ലല്ലോ. എല്ലാം നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ഉള്ള സാധനങ്ങളാണ്. കറ്റാർ വാഴ ആയാലും നമുക്കൊരു ഏതൊരു വീട്ടിലും ഉണ്ടാവും കറ്റാർ വാഴ. അതെന്ന് വെച്ചാൽ ഒരു ചെറിയ തൈ നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പടർന്ന് പന്തലിച്ചോളും. അപ്പൊ എല്ലാ സാധനങ്ങളും ഇതാണ്. ആകെ നമുക്ക് മേടിക്കേണ്ട ഉലുവ മാത്രം ഒന്ന് മേടിക്കും. ഉലുവയും ഒരു 10 കൊച്ചുള്ളിയും അത്രേ ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ ഉള്ള സാധനങ്ങളാണ്. അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ. പിന്നെ ഇനി അരമണിക്കൂർ റെസ്റ്റ്. അപ്പോൾ അരമണിക്കൂറായി. അരമണിക്കൂർ ഞാൻ റെസ്റ്റ് കൊടുത്തിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തേച്ച് ഇപ്പം ഇങ്ങനെ ഉണങ്ങി ഇവിടേക്ക് ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. ഷാമ്പു ഒന്നും യൂസ് ചെയ്ത്, സോപ്പോ ഷാമ്പോ ഒന്നും യൂസ് ചെയ്ത്, ഒന്നല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് വാഷ് ഔട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ പയറുപൊടി നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് പയറുപൊടി നന്നായിട്ട് തേച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ പാക്ക് മൊത്തം വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. സോപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, പയറുപൊടി മാത്രം യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. നല്ല സുഖമുണ്ട്, തലക്ക് നല്ല തണുപ്പും ഇത്. ആ പാക്ക് ഇട്ട് കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് തന്നെ ഞാനിങ്ങനെ ഫോൺ നോക്കിയിട്ട് ഉറങ്ങിപ്പോണേ. നല്ല സുഖമാണ് തലക്ക്. അപ്പോൾ നമ്മുടെ ഈ പാക്ക് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ. ഒരാഴ്ചയിൽ 2 തവണയെങ്കിലും യൂസ് ചെയ്യാം. ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ മുടിക്ക് വേണ്ട എല്ലാ ടൈപ്പ് ആരോഗ്യകരമായിട്ടുള്ള സാധനങ്ങളും അടങ്ങിയ ഒരു പാക്കാണിത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലായിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ല. നമ്മുടെ പറമ്പിലും തൊടിയിലും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളി പാക്ക്. അപ്പോൾ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഡാമേജ്, താരൻ, പെയിൻ, പൊറ്റ്, മുടിക്കായ, നമ്മുടെ മുടിക്ക് സ്ട്രെങ്ത്തും നല്ല പോലെ എന്താ പറയാ ഗ്രോത്തും നൽകുന്ന ഒരു പാക്കാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.